ഹലോ, ഞാൻ കൃഷ്ണ. കുറച്ച് ദിവസമായിട്ട് ഒരു ലോങ് വീഡിയോ നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഓശാന ഞായറാഴ്ചയായിട്ട് ഇന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പള്ളിയിലേക്കൊന്ന് ഇറങ്ങണമെന്നുണ്ട്. ഇവിടെ വെട്ടുകാട് പള്ളിയിലാണ് ഞങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് കിച്ചണിലെ ജോലിയൊക്കെ വേഗത്തിൽ തീർക്കണം. ഒരുപാട് സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഒരു ചിക്കൻ കറി വെക്കണം, മെഴുക്ക് വരട്ടി വെക്കണം, പിന്നെ ഒരു മോര് കാച്ചണം. ജോലി പെട്ടെന്ന് തീർക്കാൻ വേണ്ടി എന്നെ സഹായിക്കാനായിട്ട് ഇവിടെ രണ്ടുപേരും കൂടിയുണ്ട്. രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ ജോലി വേഗം തീർന്നിട്ടുണ്ടായിരുന്നു. ഇത് കുഞ്ഞിന് വേണ്ടിയിട്ട് വറക്കുന്ന ചിക്കനാണ് കേട്ടോ. കുക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ അവളുടെ കൂടെ കുറച്ച് നേരം കളിക്കാനൊക്കെ ആയിട്ടിരുന്നു. രാവിലെ തൊട്ട് ജോലി ആയതുകൊണ്ട് കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാനൊന്നും സമയം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ചിക്കൻ വറുത്തത് കൊടുക്കുമ്പോൾ കുറച്ച് സമയം കൂടിരിക്കാമെന്ന് വിചാരിച്ചു. മോൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. 1 വയസ്സായപ്പോൾ മുതൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ് ആളും കഴിക്കാറ്. അങ്ങനെ ഭക്ഷണമൊക്കെ വേഗം കൊടുത്ത് കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും വെയിലിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. മുഖത്തേക്ക് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഷോൾ ഇങ്ങനെ വെച്ചതാണ്. പക്ഷെ ആൾക്കത് അത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ചതുപോലെ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ എയർപോർട്ട് റോഡിൽ കൂടെ പോകുമ്പോഴാണ് റൈറ്റ് സൈഡിലായിട്ട് കുറേ മരങ്ങളൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്നതുണ്ട്. അപ്പോഴാണ് ഷാനി പറയുന്നത്, ഈ റോഡ് ചിലപ്പോൾ ഇനി കുറച്ച് നാളുകൂടി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കാണത്തില്ല, ഇതൊക്കെ എയർപോർട്ട് എത്തിയെടുക്കുകയാണെന്നുള്ളത്. എന്തായാലും ശംഖുമുഖം എത്തിയപ്പോഴത്തേക്ക് കുഞ്ഞ് നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറയായിരുന്നു, അവൾ ഉറക്കമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ കൂടാനായിട്ട് പറ്റും. ഉണർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ബോറടിച്ചിട്ട് ബഹളമുണ്ടാകും. അങ്ങനെ പള്ളിയിലൊന്നും അധികം ഇരിക്കാറില്ല. ഞങ്ങൾ പോകുന്നതിന് പാരലായിട്ട് തന്നെ അവിടെ ഒരു ട്രെയിൻ പാസ് ചെയ്യുന്നത് കാണാൻ പറ്റും. നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പള്ളിയിലെത്തി. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കാർ പാർക്ക് ചെയ്യാൻ നമുക്ക് സ്പേസ് ഒന്നും കിട്ടിയില്ല. പിന്നെ പുറത്തുള്ളൊരു ഗ്രൗണ്ടിലാണ് പാർക്കിംഗ് ഒക്കെ ചെയ്തത്. പുറത്തുള്ള ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പള്ളിയിലേക്ക് നടന്നു വരണം. ഞങ്ങൾ ഇടയ്ക്കൊക്കെ കറങ്ങാനായിട്ട് ഇവിടെയാണ് കേട്ടോ വരാറ്. ഇവിടെ വരുമ്പോൾ ബീച്ചും ഉണ്ട്, പള്ളിയുണ്ട്. ഇവിടെ പള്ളിയിലിരുന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങി നടക്കും. ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഒന്ന് റിഫ്രഷ് ആയിട്ടാണ് ശരിക്കും പോകാറ്. ഈ പള്ളിയുടെ ആർക്കിടെക്ചർ വർക്കൊക്കെ വളരെ ഭംഗിയാണ് കാണാൻ. അകത്തുനിന്നാണെങ്കിലും നല്ല ഭംഗിയാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു. അവൾക്ക് ബീച്ചിൽ വരുന്നത് വലിയ ഇഷ്ടമാണ്. ഓടിക്കളിക്കാനൊക്കെ ഒത്തിരി സ്ഥലമുണ്ടല്ലോ. അങ്ങനെ ഞങ്ങളെയും കൂടി വിളിക്കുകയാണ് കൂടെ ഓടാനായിട്ട്. എനിക്ക് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ കടലിലൊക്കെ ഒന്ന് ഇറങ്ങണം, കാല് നനയ്ക്കണം, അങ്ങനെയൊക്കെയുണ്ട്. ഇവിടെ ഷാനിന് നേരെ തിരിച്ചാണ്. ഷൂ നനയും ജീൻസ് നനയും എന്നൊക്കെ പറഞ്ഞിട്ട് ആളിറങ്ങാറുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീയും കുഞ്ഞും കൂടി പൊക്കോന്ന് പറഞ്ഞിട്ട് ക്യാമറയായിട്ട് ആൾ ദൂരത്ത് തന്നെ നിൽക്കുകയാണ്. കുഞ്ഞുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അധികം അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരമാലയൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ.
പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് നടന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ കളിപ്പാട്ടങ്ങളായി, കാറായി, പ്ലെയിനായി, അങ്ങനെ ആകെക്കൂടെ ഒരു ബഹളമായിരുന്നു. എല്ലാം വാങ്ങി ഒരു ഐസ്ക്രീമും വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. നല്ല മഴക്കോളും കൂടി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം അവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി. അങ്ങനെ ഒരു ഓശാന ഞായറും കൂടി കടന്നുപോയി. മഴക്കോള് കൂടി കൂടി വന്നതുകൊണ്ട് ഞങ്ങൾ ശംഖുമുഖത്തേക്ക് ഇറങ്ങാനായിട്ട് നിന്നില്ല, നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. വരുന്ന വഴി തന്നെ നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ഒക്കെ ഇടണം. പോരായ്മകളൊക്കെ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. പോകെ പോകെ ഞാനെല്ലാം റെഡിയാക്കിക്കോളും.